രണ്ടാമത്തെ കുഞ്ഞിന് ഓം പരമാത്മ എന്ന് പേരിട്ടത് മുതൽ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ വിമർശനവും പരിഹാസവും വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കും ലഭിക്കുന്നുണ്ട്. പേരിലെ വ്യത്യസ്തത തന്നെയാണ് കാരണം. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സ്കൂളിലും കോളേജിലുമെല്ലാം പഠിക്കേണ്ട പെൺകുഞ്ഞിന് ഇത്തരത്തിലൊരു പേരിട്ടതിലൂടെ ക്രൂരതയാണ് ചെയ്യുന്നതെന്നായിരുന്നു കമൻറ്റുകൾ ഏറെയും. വിമർശനങ്ങൾ പെരുകിയതോടെ പ്രതികരിച്ച് വിജയ് മാധവും ദേവികയും രംഗത്തെത്തിയിരുന്നു. നല്ല ബോധ്യത്തോടെയാണ് കുഞ്ഞിന് പേരിട്ടതെന്നും ഭാവിയിൽ കുഞ്ഞിന് പേര് മാറ്റണമെന്ന് തോന്നിയാൽ അതിന് എതിര് നിൽക്കുകയില്ലെന്നുമാണ് ദേവികയും വിജയും പറഞ്ഞത്. തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മോശം കമൻറ്റുകൾ കുറിച്ചവർക്കെതിരെയും ഇരുവരും പ്രതികരിച്ചു. തന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതുകയും പറയുകയും ചെയ്തോളുമെന്നും കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കുടുംബത്തെയും വെറുതെ വിടണമെന്നുമാണ് വിജയ് പറഞ്ഞത്. കമൻറ്റുകൾ മറുപടി നൽകിക്കൊണ്ട് വിജയ് പങ്കിട്ട വീഡിയോ വൈറലായതോടെ ഇരുവരുടെയും ആരാധകരും പ്രേക്ഷകരും വിജയ്ക്കും ദേവികയ്ക്കും ഒപ്പമുള്ള മറുപടികളെന്നോണം കുറിച്ച കമൻറ്റുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. കാര്യങ്ങൾ വളച്ചൊടിക്കരുതെന്നും കുട്ടികളെക്കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ലെന്നും വിജയ്യുടെയും ദേവികയുടെയും ചിന്താഗതികളെയാണ് തങ്ങൾ വിമർശിച്ചതെന്നുമാണ് ഏറെയും കമൻറ്റുകൾ. കുഞ്ഞുങ്ങളോട് എല്ലാവർക്കും സ്നേഹം മാത്രം, നിങ്ങളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. 10 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയെ കുറ്റം പറയാൻ നിങ്ങളുടെ അത്ര ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങളാരും. കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു കമൻറ്റ് കാണിച്ചു തരൂ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ബുള്ളിയിങ് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഭാവിയിൽ നിങ്ങളുടെ മകൾ അനുഭവിക്കുമ്പോൾ അത് എത്ര വലുതാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. കുട്ടികളെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആ മോൾ വളർന്നു വരുമ്പോൾ അതിനുണ്ടാകുന്ന നാണക്കേടിനെപ്പറ്റിയാണ് എല്ലാവരും സംസാരിച്ചത് എന്നിങ്ങനെയായിരുന്നു കമൻറ്റുകൾ. രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ദേവിക അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡെലിവറിക്ക് ശേഷം പങ്കിട്ട വീഡിയോയിൽ വിജയ് പറഞ്ഞിരുന്നു. പക്ഷേ ദേവിക വെന്റിലേറ്ററിലായിരുന്നുവെന്നത് പുതിയ വീഡിയോയിലൂടെയാണ് വിജയ് വെളിപ്പെടുത്തിയത്. കമൻറ്റുകളോട് പ്രതികരിക്കവെയാണ് കടന്നുപോയ നിർണായകമായ ഘട്ടങ്ങളെക്കുറിച്ച് കൂടി ദേവിക വെളിപ്പെടുത്തിയത്. പ്രസവത്തിനായി ആശുപത്രിയിലായിരുന്നപ്പോൾ 19 മണിക്കൂർ വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചുവെന്നാണ് സ്വയം ഞാൻ കരുതിയത്. പക്ഷേ ഞങ്ങളാരും ആ സമയത്ത് ദൈവത്തെ പഴിച്ചില്ല. ആ ഘട്ടം താണ്ടി പുറത്തു വന്ന് പുതിയൊരു ലൈഫ് ഈശ്വരൻ തന്നല്ലോ എന്ന് മാത്രമാണ് ചിന്തിച്ചതെന്നാണ് ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തെ അതിജീവിച്ച കഥ വെളിപ്പെടുത്തി ദേവിക പറഞ്ഞത്. പ്രസവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് ദേവികയ്ക്ക് വാട്ടർ ബ്രേക്ക് ആയത്. വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നുവെന്ന് വിജയ് തന്നെ കുഞ്ഞ് പിറന്ന ശേഷം പങ്കിട്ട ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യത്തേത് സുഖപ്രസവമായിരുന്നുവെന്നും രണ്ടാമത്തേത് അത്ര സുഖമുള്ളതായിരുന്നില്ലെന്നുമാണ് വിജയ് അന്ന് പറഞ്ഞത്.